രമേശ്, മഞ്ചേശ്വരത്ത് SDPIയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് UDFിലെ പ്രധാന നേതാക്കൾക്ക് പ്രത്യേകിച്ച് വി ഡി സതീശന്റെയും PK കുഞ്ഞാലിക്കുട്ടിയുടെയും പേരെടുത്ത് പറഞ്ഞാണ് കെ സുരേന്ദ്രനടക്കമുള്ള BJP നേതാക്കൾ വിമർശിക്കുന്നത്. UDFും SDPIയും തമ്മിൽ മഞ്ചേശ്വരത്തുള്ള ആരോപണം, ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് BJP നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ പൊതുയോഗത്തിലും മുൻപ് മാധ്യമങ്ങളെ കാണുമ്പോഴൊക്കെ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ SDPIയും CPMും തമ്മിൽ കൂട്ടുകെട്ടുണ്ടായിരിക്കുകയാണ്. PDPയും CPMും തമ്മിൽ കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുകയാണ്. എൻ്റെ മണ്ഡലത്തിൽ PDPയുടെ നോമിനേഷൻ കൊടുത്തു. അപ്പോൾ അതിലെ നാമനിർദ്ദേശ പത്രിക സ്കൂട്ടണി ചെയ്തപ്പോൾ അതിനകത്തെല്ലാം വലിയ ഗുരുതരമായ തെറ്റുകളാണ്. അപ്പോൾ എൻ്റെ ഏജൻറ്റ് അതിന് ഒബ്ജക്റ്റ് ചെയ്തു. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ എതിർത്തത് BJPയും CPMും ആയിരുന്നു. അത് തള്ളരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ എവിടെയാണ് നിൽക്കുന്നത്? കേരളത്തിൽ SDPI പരസ്യമായിട്ട് പ്രഖ്യാപിച്ചല്ലോ, LDFിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. PDP തെരഞ്ഞെടുപ്പിൽ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മഞ്ചേശ്വരത്തെ കാര്യം എനിക്കറിയില്ല കേട്ടോ, അതെനിക്കറിയില്ല. മറ്റു സ്ഥലങ്ങളിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഈ ഒരു ചിത്രം വീണ്ടും ചർച്ചയായി. VD സതീശൻ RSS വേദിയിൽ പങ്കെടുത്ത ഒരു ചിത്രം വളരെ സജീവമായി ചർച്ച ചെയ്തു. അതിൽ തന്നെ കുറച്ച് കാലങ്ങളായി ആ ചിത്രം പുറത്തു വരുമ്പോഴും വ്യക്തമായൊരു മറുപടി VD സതീശൻ ഒരു കാലത്തും പറഞ്ഞിരുന്നില്ല. അതോടൊപ്പം കാസർഗോഡ് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഡീൽ എന്ന് പറയുമ്പോൾ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ BJPയുടെ നേരിട്ട് BJP അംഗത്തിൻ്റെ വോട്ട് വാങ്ങിയാണ് UDFയുടെ മുഴുവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും പിടിച്ചെടുത്തത്. അതോടൊപ്പം തന്നെ ദേലമ്പാടിയിൽ UDFിനും BJPക്കും ഒരു വാർഡിൽ ഒറ്റ സ്ഥാനാർത്ഥിയായിരുന്നു. ഒരുമിച്ച് മുദ്രാവാക്യം വിളിച്ച് അനയിക്കുന്നത് കണ്ടു. അതോടൊപ്പം പുത്തിയിലെത്തുമ്പോഴും RSS നേതാവിന് വേണ്ടി ലീഗ് അടക്കമുള്ള ആളുകൾ വോട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. പിന്നെ എങ്ങനെ ഈ ഡീലെന്ന ആരോപണം നിലനിൽക്കുമെന്നുള്ളതാണ് ഒരു സംശയമായിട്ട്. കേരളത്തിലെ പല പഞ്ചായത്തുകളിലും CPM ആണ് BJPയുമായിട്ട് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ കൂട്ടുകെട്ടുണ്ടാക്കിയത്. പല സ്ഥലത്തും ആ കമ്മിറ്റികൾ അവസാനം നിവൃത്തിയില്ലാതെ പിരിച്ചുവിടേണ്ടി വന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കാര്യത്തിലൊന്നും എനിക്കറിയില്ല, കാരണം സാങ്കേതികമായ കാര്യങ്ങളാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി എങ്ങനെ ജയിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞ പുല്ലൂർ പെരിയ അതിൻ്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് എനിക്കില്ല. കോൺഗ്രസ് ഒരിക്കലും UDF ഒരിക്കലും BJPയുമായിട്ട് കൈകോർത്ത് പിടിക്കുന്ന ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുമില്ല. പിന്നെ VD സതീശൻ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ തനിക്കെതിരെ മുഖ്യമന്ത്രി ഉന്നയിച്ച ആരോപണത്തിന് മറുപടി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഉദുമയിൽ KG മാരാർ മത്സരിച്ചപ്പോൾ EMS വന്ന് വോട്ട് പിടിച്ചില്ലേ? കൂത്തുപറമ്പിൽ പിണറായി വിജയൻ അന്ന് മത്സരിക്കുമ്പോൾ ജനസംഘത്തിൻ്റെ നേതാക്കന്മാർ, അന്ന് BJP ഇല്ല, ജനതാ പാർട്ടിയാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം, അവിടെ 5000 വോട്ടിന് പിണറായി വിജയൻ അന്ന് ജയിക്കുന്നത് അവരുടെ വോട്ട് കൊണ്ടല്ലേ? അപ്പം പഴയകാല ചരിത്രം പരിശോധിച്ചാൽ BJPയും CPMും തമ്മിൽ ഏറ്റവും കൂടുതൽ കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുള്ളത് കേരളത്തിലാണ്. എല്ലാവർക്കും അത് അറിയുന്ന കാര്യമാണ്.